മലപ്പുറം തിരൂരിൽ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങിയ 9 വയസ്സുകാരന് ദാരുണാന്ത്യം. അടുത്ത വീട്ടിലെ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിലാണ് കുടുങ്ങിയത്. പരിക്കേറ്റ മുഹമ്മദ് സിനാനെ കോട്ടക്കൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മുബഷിർ പി അക്ബർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മുബഷിർ, ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഇന്ന് വൈകിട്ടായിരുന്നു ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. മലപ്പുറം തിരൂരിലെ 9 വയസ്സുള്ള കുട്ടിയാണ് ഈ ഒരു സംഭവത്തിൽ ജീവൻ നഷ്ടമായത്. തൊട്ടടുത്ത വീട്ടിലെ ഈ ഒരു ഓട്ടോമാറ്റിക് സംവിധാനം, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ഗേറ്റിനുള്ളിൽ തല കുടുങ്ങിയാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈലത്തൂർ അബ്ദുൾ ഗഫൂറിന്റെയും സജ്ലയുടെയും മകനായ മുഹമ്മദ് സിനാൻ എന്ന കുട്ടിയാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. പരിക്കേറ്റ കുട്ടിയെ ഉടനെ തന്നെ കോട്ടക്കലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. വീടിന്റെ തൊട്ടടുത്തുള്ള ഗേറ്റിലൂടെ കടന്ന് കുട്ടി അപ്പുറത്തേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് ഗേറ്റ് പെട്ടെന്ന് വന്നടയുകയും ഗേറ്റിനുള്ളിൽ കുട്ടി കുടുങ്ങിപ്പോയി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ വീട്ടിലോ അല്ലെങ്കിൽ പരിസരത്തൊന്നും തന്നെ ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സാങ്കേതികപരമായി എന്താണ് ഈ ഒരു ഗേറ്റിന് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും വ്യക്തത ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റു ഉദ്യോഗസ്ഥരും ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. അവിടെ ആ ഒരു സമയത്തോടി കൂടിയ ആളുകൾ കുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. നിലവിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹമുള്ളത്. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾക്ക് ശേഷം സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മലപ്പുറം തിരൂരിൽ റിമോട്ട് കൺട്രോൾ ഗേറ്റിനുള്ളിൽ കുടുങ്ങി 9 വയസ്സുകാരന് ദാരുണാന്ത്യം. മുബഷിർ പി അക്ബറാണ് വിവരങ്ങൾ നൽകിയത്.